17 വർഷമായിട്ട് എനിക്ക് ആമവാദത്തിന്റെ അസുഖമാണ്. ഉം. കിടപ്പിലായിരുന്നു. 17 വർഷമായിട്ട് ഞാൻ ആയുർവേദ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉം. അപ്പോൾ എനിക്കിപ്പോൾ ഇടത് കൈയുടെ എൽബോ എനിക്ക് ഡിഫോമിറ്റി ആയിപ്പോയി. അതിന്റെ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടിട്ട് ഡിഫോമിറ്റി ആയി. അതുപോലെ ആ കൈയുടെ നടുവിരല് ഇങ്ങനെ പൂർണ്ണമായിട്ട് മടക്കാൻ പറ്റില്ല. അതും ഇങ്ങനെ ഡിഫോമിറ്റി ആയിപ്പോയി. സാറേ പിന്നെ എനിക്ക് കഴുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്റ്റിഫായി പോയിട്ടാ ഉള്ളത്. അപ്പൊ ഞാന് ഇന്നലെ സാറ് പറഞ്ഞ വായുമുദ്രയും ചെയ്തു. ചെറിയ വിരല് മടക്കുന്ന മുദ്രയില്ല. എന്താ അതിന് പറയാ? ചെറുവിരല് മടക്കുന്ന ഒരു മുദ്ര വരുണ മുദ്രന്നോ എന്തോ പേര് അതെ അതെ അതന്നെ. അതെ അതെ. അത് രണ്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വയറിങ്ങനെ ഒരു വീർക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് വായുമുദ്ര ചെയ്തപ്പോ ആ വീർത്ത് വീർത്ത് വരുന്ന ഒരു കണ്ടീഷൻ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. മറ്റേ വലിയൊരു ചേഞ്ച് തോന്നിയിട്ടില്ല. വരുണ മുദ്ര ഞാൻ ചെയ്തു നോക്കിയിരുന്നു. സാർ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ. ഈ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുദ്ര ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കാലിന്റെ 10 വിരലുകളും ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിപ്പോ കാലിന്റെ വിരലാണെങ്കിൽ ഇത് കൈയല്ല കാലാന്ന് വിചാരിച്ചോ. ഈ കാലിന്റെ ഈ വിരലിന്റെ നഖക്കോണുണ്ട്. നഖക്കോൺ എന്ന് പറയുന്നത് ഈ നഖത്തിന്റെ ഈ ഇങ്ങനെ വരുന്ന ഭാഗം വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ കോണാണ്. കണ്ടോ ഈ കോണ്? ഈ കോണില് കാലിന്റെ ഓരോ വിരലിന്റെയും കോണില് ഇടത് കാലിന്റെ തള്ളവിരൽ തുടങ്ങിയിട്ട് ഇടത് കാലിന്റെ തള്ളവിരലിന്റെ ഈ ഭാഗത്ത് ഈ മുകളിൽ വരുന്ന രീതിയിൽ 2 കൈ വെച്ചിട്ട് എന്ത് ചെയ്യാം? ചൂണ്ടുവിരലും തള്ളവിരലും വെച്ചിട്ട് അമർത്തുക. ഒരു 10 പ്രാവശ്യം അമർത്തുക. അങ്ങനെ എല്ലാ കാലിന്റെ വിരലും എന്ത് ചെയ്യാം? അമർത്തുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ? എല്ലാ വിരലുകളും 10 പ്രാവശ്യം പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ നഖക്കോണ് മുകളിലായിട്ട് വേണം പ്രസ് ചെയ്യാൻ. അവിടെ നിങ്ങൾക്ക് നല്ല പെയിൻ ഫീൽ ചെയ്യും. അങ്ങനെ ഓരോ കാലിന്റെയും നഖക്കോണിൽ പ്രസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വായുമുദ്രയും അതേപോലെ തന്നെ വരുണമുദ്രയും സൂര്യമുദ്രയും. വായു, വരുണ, സൂര്യ, ഈ 3 മുദ്രകൾ നിങ്ങൾ 7 മുതൽ 14 ദിവസം വരെ ഒരേ സമയത്ത്, മാക്സിമം ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ കിടന്നുറങ്ങണം. ലൈറ്റായ ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ ഒരു 7 ദിവസം ചെയ്തിട്ട് നിങ്ങൾ അതിന് റിപ്ലൈ ചെയ്തതാണ്. ഓക്കെ.